ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. IPL അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. എലിമിനേറ്ററുകളും ക്വാളിഫയറുകളും ഇനി ഫൈനൽ മത്സരങ്ങളും ഒക്കെയാണ് വരാൻ പോകുന്നത്. ഈ IPLന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് IPL ജയിക്കുന്ന ടീമുകൾക്ക് എത്ര പ്രൈസ് മണിയാണ് BCCI കൊടുക്കുന്നത് എന്നുള്ളൊരു ചോദ്യം പലരിലും എപ്പോഴും നമ്മൾ ഉയർന്നു കേൾക്കാറുള്ള ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഈ IPLന്റെ ഒരു ബിസിനസ് മോഡൽ എന്താണ്, എങ്ങനെയാണ് IPLൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്, എന്താണ് BCCIക്കും അല്ലെങ്കിൽ IPL ടീമുകളെ ഹോൾഡ് ചെയ്യുന്ന ഫ്രാഞ്ചൈസികൾക്കുമുള്ള ലാഭം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് എപ്പോഴും ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് ഉയർന്നു വരാറുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ IPLന്റെ ഒരു ബിസിനസ് മോഡൽ എന്താണ്, അതിനെ പറ്റിയാണ് ഇന്ന് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ IPL അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ ഫൈനലിൽ ജയിക്കുന്ന ടീമിന് ഇപ്പോൾ BCCI കൊടുക്കുന്ന ഒരു പ്രൈസ് മണി എന്ന് പറയുന്നത് 20 കോടി രൂപയാണ്. ഒരു വലിയ എമൗണ്ട് ആണ് അല്ലെ, 20 കോടി രൂപയാണ് ജയിക്കുന്ന ടീമിന് ലഭിക്കുക. അതുപോലെ തന്നെ റണ്ണേഴ്സ് അപ്പ് ആവുന്ന ടീമിന് ലഭിക്കുക 13 കോടി രൂപയാണ്. ഇനി മൂന്നാം സ്ഥാനത്ത് വരുന്ന ടീമിനാണെങ്കിൽ 7 കോടി രൂപയും നാലാം സ്ഥാനത്ത് വരുന്ന ടീമിനാണെങ്കിൽ 6.5 കോടി രൂപയുമാണ് BCCI നൽകുന്നത്. അതായത് BCCI IPL എന്ന് പറയുന്ന ഈ ഇവന്റിന് വേണ്ടി പ്രൈസ് മണി ആയിട്ട് മാറ്റിവെക്കുന്നത് തന്നെ ഏകദേശം 46.5 കോടി രൂപയാണ്. ഇത് കൂടാതെയാണ് മറ്റുള്ള പ്രൈസ്, ഇൻഡിവിജ്വൽ പ്രൈസുകളുടെ പ്രൈസ് മണി എല്ലാം വരുന്നത്. ഏതായാലും ഈ 4 സ്ഥാനക്കാർക്ക് കൊടുക്കുന്നത് തന്നെ 46 കോടി 50 ലക്ഷം രൂപയാണ്. അപ്പോൾ എന്താണ് BCCIക്കുള്ള ഇതിൽ നിന്നുള്ള വരുമാനം, അല്ലെങ്കിൽ IPL ടീമുകൾ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നതെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം IPL ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തത് 2008-ലാണ്. അതിനു മുമ്പ് ഇവിടെ ഒരു ലീഗ് ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ആ ലീഗിന്റെ പേര് ICL എന്നായിരുന്നു, ഇന്ത്യൻ ക്രിക്കറ്റ് ലീഗ് എന്നുള്ള പേരിൽ. ZTV എന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പാണ്. അവരുടെ നേതൃത്വത്തിൽ കിരൺ മോറയും കപിൽ ദേവും അടങ്ങുന്ന മഹാരഥന്മാർ അണിനിരുന്ന ICL എന്ന് പറയുന്ന ഒരു ടൂർണമെന്റ് 2007 ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിന് ബദലായിട്ടാണ് 2008 IPLന്റെ തുടക്കം. അതുകൊണ്ട് തന്നെ IPL ഇതിന് ബദലായിട്ട് തുടങ്ങിയത് കൊണ്ട് തന്നെ ICL കളിക്കുന്ന താരങ്ങളെ അന്ന് വിലക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് താരങ്ങൾക്ക് ആദ്യത്തെ 2008 IPL മത്സരങ്ങളിൽ പങ്കെടുക്കാൻ സാധിച്ചതുമില്ല. അമ്പാട്ടി റായുഡു അടക്കം പല താരങ്ങളും ആ ICLന്റെ ഭാഗമായിരുന്നു. ഏതായാലും ഇന്ത്യൻ പ്രീമിയർ ലീഗ് തുടങ്ങിയത് മുതൽ നമുക്കറിയാം ഇന്ന് 2024 എത്തി നിൽക്കുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ, ക്രിക്കറ്റിൽ മാത്രമല്ല സ്പോർട്സിൽ തന്നെ ഏറ്റവും വലിയ മഹാമേളകളിൽ ഒന്നായി IPL മാറിയിരിക്കുകയാണ്. പണക്കൊഴുപ്പിന്റെ ഒരു മേള എന്നാണ് IPL അറിയപ്പെടുന്നത് തന്നെ. അപ്പൊ എങ്ങനെയാണ് ഈ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ഇവരുടെ എക്സ്പെൻസുകൾ, എങ്ങനെയാണ് ഇത് ലാഭത്തിലാവുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത്. നമുക്കറിയാം IPLന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് BCCI ആണ്. കാരണം BCCI ആണ് ഈ ടൂർണമെന്റിന്റെ ഓർഗനൈസർമാർ എന്ന് പറയുന്നത്. BCCI ഓർഗനൈസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ BCCIയിൽ തന്നെ ഉള്ള IPL ഗവർണിംഗ് കൗൺസിൽ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗമാണ് IPLനെ കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും എല്ലാം തന്നെ. അത് ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള BCCI അംഗമായിട്ടുള്ള അരുൺ തുമാലാണ് ഇപ്പോൾ ഈ IPL ഗവർണിംഗ് കൗൺസിലിന്റെ ചെയർമാൻ ആയിട്ട് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ BCCI ആണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. BCCI ആണല്ലോ ഈ ടൂർണമെന്റിന്റെ ഓർഗനൈസർ എന്ന് പറയുന്നത്. ഇനി BCCIയുടെ ചുറ്റുമായിട്ട് 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണുള്ളത്. ആ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് IPL ടീമുകൾ തന്നെയാണ്. നമുക്കറിയാം ഇപ്പോൾ 10 IPL ടീമുകളാണുള്ളത്. നേരത്തെ അത് 8 ടീമുകളായിരുന്നു. കഴിഞ്ഞ 2 വർഷം മുമ്പ് അത് 10 IPL ടീമുകളായിട്ട് മാറ്റുകയും ചെയ്തിരുന്നു. അപ്പോൾ IPL ടീമുകൾ എന്ന് പറഞ്ഞാൽ IPL ഫ്രാഞ്ചൈസികളാണ്. അതായത് അത് ഓൺ ചെയ്തിരിക്കുന്നത് വലിയ ബിസിനസ് ഗ്രൂപ്പുകളും അതുപോലെ തന്നെ സെലിബ്രിറ്റികളും, സിനിമാ ഫീൽഡിൽ നിന്നുള്ള സെലിബ്രിറ്റികളും അടക്കമുള്ള വലിയ ആളുകളാണ്, വലിയ ബിസിനസ് ഗ്രൂപ്പുകളാണ് ഈ IPL ടീമുകളെ ഓൺ ചെയ്തിരിക്കുന്നത്. അവരുടെയാണ് ഈ IPL ടീമുകൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് IPL ടീമാണ്. BCCIക്ക് നമ്മൾ 3 ഘടകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തേത് എന്ന് പറഞ്ഞാൽ IPL ടീമുകളാണ്, IPL ഫ്രാഞ്ചൈസികൾ എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റേഴ്സ് ആണ്. ബ്രോഡ്കാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രോഡ്കാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ TVയിലൂടെയും ഡിജിറ്റൽ ഇതിലൂടെയൊക്കെ നമ്മൾ കാണുന്ന ഈ IPL മാച്ചുകൾ കാണുന്നതിനെയാണ് നമ്മൾ ബ്രോഡ്കാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ TVയിൽ കാണുന്നത് സ്റ്റാർ സ്പോർട്സിലൂടെയാണ്. അപ്പോൾ അതാണ് അവർ ബ്രോഡ്കാസ്റ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ഈ IPL മാച്ചുകൾ കാണുന്നത് നമ്മൾ ജിയോ സിനിമയിലൂടെയാണ്. അപ്പോൾ അതാണ് ഈ ബ്രോഡ്കാസ്റ്റേഴ്സ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സ്പോൺസർമാരാണ്. സ്പോൺസർമാർ തന്നെ പല വിധത്തിലുണ്ട്. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് BCCIക്ക് ചുറ്റുമുള്ളത് IPL. ഒന്ന് IPL ടീമുകൾ, അതായത് ഫ്രാഞ്ചൈസികൾ. രണ്ടാമത്തേത് ബ്രോഡ്കാസ്റ്റേഴ്സ് എന്ന് പറയും. മൂന്നാമത്തേത് സ്പോൺസർമാർ എന്ന് പറയും. ഇനി
എന്താണ് BCCI എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഈ ഒരു സംഘടനയ്ക്ക് ഈ IPL നടത്തുമ്പോൾ വരുന്ന ചെലവുകൾ, അതാണ് നമ്മൾ ആദ്യം പരിശോധിക്കാൻ പോകുന്നത്. BCCI സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൂർണമെന്റ് കണ്ടക്ട് ചെയ്യുക, അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക, ഇതിന്റെ ലോജിസ്റ്റിക്സ് മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ ഒഫീഷ്യൽസിന് ശമ്പളം കൊടുക്കുക, അതായത് അമ്പയർമാർ, അതുപോലെ തന്നെ നമ്മുടെ മാച്ച് റെഫറിമാർ, ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം ശമ്പളം കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് BCCI ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ BCCIക്ക് അതിൽ ഒരുപാട് ചെലവുകളുണ്ട്. ഇതാണ് BCCIയുടെ ഒരു പ്രധാനപ്പെട്ട ചെലവ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് BCCI ഇതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്, എന്താണ് BCCIയുടെ വരുമാനം എന്ന് നോക്കാം. കാരണം BCCI എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്ന ഒരു കായിക സംഘടനയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ BCCIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ് എന്ന് പറയുന്നത് IPL ആണെന്ന് നമുക്കറിയാം. അപ്പൊ എങ്ങനെയാണ് ഈ IPL-ലൂടെ BCCI ഇത്രയും വലിയ വരുമാനം ഉണ്ടാക്കുന്നതെന്നാണ് നമുക്ക് അടുത്തത് പരിശോധിക്കാനുള്ളത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് അവരുടെ ഈ സ്പോൺസർമാരാണ്. സ്പോൺസർമാരിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഒരു പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത്. ആ ഒരു വരുമാനം എന്ന് പറയുന്നത് സ്പോൺസർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BCCIക്ക് 2-3 വിധത്തിലുള്ള സ്പോൺസർമാരുണ്ട്. ഒന്ന് ഒഫീഷ്യൽ സ്പോൺസർമാർ എന്ന് പറയും. ഒഫീഷ്യൽ സ്പോൺസർമാർ നമുക്കറിയാം, ഈ മത്സരം നടക്കുന്നതിന്റെ ഇടയിൽ ക്രെഡ് പവർ പ്ലേ എന്ന് പറയുന്ന ക്രെഡ് എന്ന് പറയുന്ന ഒരു കമ്പനി, അവരാണ് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സിയറ്റ് സ്ട്രാറ്റജിക് ടൈം ഔട്ട്, സിയറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ടയർ ബിസിനസ്സിലെ ഏറ്റവും വലിയ കമ്പനിയാണ്. അവരാണ് സിയറ്റ് സ്ട്രാറ്റജിക് ടൈം ഔട്ട് എന്ന് പറയുന്ന ആ ഒരു ഇടവേള സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ Dream11 ഗെയിം ചേഞ്ചർ അവാർഡ്, Dream11 ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന ഒരു സംഭവം, ഇതെല്ലാമാണ് ഈ ഒഫീഷ്യൽ സ്പോൺസർമാരുടെ ലിസ്റ്റിൽ വരുന്ന കമ്പനികൾ. ഇതുപോലെ നിരവധി കമ്പനികളുണ്ട്, ഞാൻ 2-3 കമ്പനികളുടെ പേര്. ഇവരിൽ നിന്നാണ് BCCIക്ക് ഒരു നല്ല സോഴ്സ് ഓഫ് ഇൻകം ലഭിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് BCCI ടൈറ്റിൽ സ്പോൺസർഷിപ്പാണ്. ടൈറ്റിൽ സ്പോൺസർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ആദ്യ കാലഘട്ടങ്ങളിൽ ഈ IPL ടൂർണമെന്റ് അറിയപ്പെട്ടിരുന്നത് DLF IPL എന്നുള്ള പേരിലായിരുന്നു. പിന്നീട് അത് പെപ്സി IPL ആയി, പിന്നീട് വിവോ IPL ആയി. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റേജിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ IPL എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൽ BCCIക്ക് വരുമാനം ലഭിക്കുന്നത് എങ്ങനെയാണ് ഈ ടൈറ്റിൽ സ്പോൺസർമാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 40 കോടി രൂപയാണ് ഓരോ വർഷവും ആദ്യ കാലഘട്ടങ്ങളിൽ DLF BCCIക്ക് നൽകിയിരുന്നത്. പിന്നീട് പെപ്സി അവരുടെ സ്പോൺസർമാരായി വന്നപ്പോൾ, ഈ ടൈറ്റിൽ സ്പോൺസറായി വന്നപ്പോൾ പെപ്സി നൽകിയിരുന്നത് 79 കോടി രൂപയാണ് ഓരോ വർഷവും BCCIക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നതാണ് വിവോ IPL. വിവോ വന്ന സമയത്ത് വിവോ വലിയ രീതിയിൽ പൈസ സ്പെൻഡ് ചെയ്യും. ഏകദേശം 300 കോടി രൂപയാണ് ഓരോ വർഷവും വിവോ BCCIക്ക് ടൈറ്റിൽ സ്പോൺസർഷിപ്പിന് വേണ്ടി മുടക്കിയിരുന്ന പൈസ എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പൊ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ കാണുന്നതാണ് ടാറ്റ IPL. ടാറ്റ IPL എന്നുള്ള പേരിലാണ് ഈ ഒരു ടൂർണമെന്റ് അറിയപ്പെടുന്നത് തന്നെ. അപ്പൊ ടാറ്റ BCCIക്ക് ഓരോ വർഷവും കൊടുക്കുന്ന ഏകദേശം 500 കോടി രൂപയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ അതാണ് ഈ ടൈറ്റിൽ സ്പോൺസർമാർ എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ BCCIയുടെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് നമുക്കറിയാം 2008 IPL തുടങ്ങുന്ന സമയത്ത് പല ഫ്രാഞ്ചൈസികളിൽ നിന്നും ഒരു ലംസം എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ഫ്രാഞ്ചൈസി ഫീ മേടിച്ചുകൊണ്ടാണ് BCCI ടൂർണമെന്റ് തുടക്കം കുറിച്ചത്. അത് തന്നെ പല ടീമുകളും പല വിധത്തിലാണ് പേ ചെയ്തിരുന്നത്, പല വിധത്തിൽ നിന്ന് പല എമൗണ്ടുകളായിരുന്നു. ഇപ്പൊ ചില ടീമുകൾ 300 കോടിക്കാണ് IPL ടീമുകളെ സ്വന്തമാക്കിയത് 2008-ലെങ്കിൽ, ചില ടീമുകൾ 350 കോടിക്കായിരുന്നു, ചില ടീമുകൾ 450 കോടിക്കായിരുന്നു. മുംബൈ ഇന്ത്യൻസ് ഒക്കെ ഏകദേശം 450 കോടി രൂപ മുടക്കിയിട്ടാണ് 2008 ഈ IPL ടീമിനെ സ്വന്തമാക്കുക. അപ്പൊ ഇത് BCCIയിലേക്ക് വരുന്ന ഒരു പൈസയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 2022-ലാണ് BCCI പുതിയ 2 ടീമുകളെ IPL അവതരിപ്പിച്ചത്. അതൊന്ന് ഗുജറാത്ത് ബേസ് ചെയ്തിട്ടുള്ള ഗുജറാത്ത് ടൈറ്റൻസ് എന്ന് പറയുന്ന ഒരു ടീമും മറ്റൊന്ന് ലക്നോ ബേസ് ചെയ്തിട്ടുള്ള ലക്നോ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന ഒരു ടീമുമായിരുന്നു. അപ്പൊ 2008 400 കോടി 450 കോടിക്ക് സ്വന്തമാക്കിയ ടീമുകളെ 2022 ആയപ്പോഴേക്കും ഗുജറാത്ത് ടൈറ്റൻസ് CVC ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അവരിതിനെ സ്വന്തമാക്കിയത് 5000-ന് മീതെ കോടി രൂപ BCCIക്ക് കൊടുത്തുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്ര വലിയ തുക, 450 കോടി ഉണ്ടായിരുന്നത് ഇത്ര വർഷം കൊണ്ട്, ഏകദേശം ഒരു 14 വർഷം കൊണ്ട് അത് കൂടി 5000-ന് മീതെയുള്ള ഒരു തുകയായി മാറി. അത് മാത്രമല്ല, ലക്നോ സൂപ്പർ ജയൻസ് എന്ന് പറയുന്ന ടീമിനെ സ്വന്തമാക്കാനായിട്ട് സഞ്ജീവ് ഗോയങ്ക ഗ്രൂപ്പാണ്. സഞ്ജീവ് ഗോയങ്ക കൊടുത്ത തുക എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത് 7090 കോടി രൂപയാണ്. അപ്പൊ ഈ പൈസയെല്ലാം BCCIയിലേക്ക് വന്നു ചേരുന്നത് കോടികളാണ്. 7000 കോടി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാൻ പോലും സാധിക്കില്ല. അത്രയും പൈസയാണ് BCCIയിലേക്ക് വന്നു ചേർന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇതൊക്കെയാണ് BCCIയുടെ പ്രധാന ഒരു വരുമാന സ്രോതസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ BCCIക്ക് ചുറ്റും 3 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഉള്ളതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് IPL ടീമുകൾ തന്നെയാണ്. ഈ IPL ടീമുകൾ തന്നെയാണ് IPL ഫ്രാഞ്ചൈസികൾ എന്നറിയപ്പെടുന്നത്. നമുക്കറിയാം മുംബൈ ഫ്രാഞ്ചൈസിനെ സ്വന്തമാക്കിയിരിക്കുന്നത് റിലയൻസ് ആണ്. അതുപോലെ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിനെ സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്ത്യ സിമെന്റ്സ് എന്ന് പറയുന്ന ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പാണ്. അതുപോലെ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്ത്യൻ സിനിമാ ലോകത്തെ അതികായനായ ഷാരൂഖ് ഖാൻ ആണ്. ഇങ്ങനെ വിവിധ ആളുകളാണ് ഈ ടീമുകളെല്ലാം സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ടീമുകളെ സ്വന്തമാക്കാനായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, 2008-ലൊക്കെ സ്വന്തമാക്കിയ ടീമുകൾക്ക് 400-450 കോടിയാണ് കൊടുത്തതെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റേജിൽ 5000-7000
1000 കോടിയൊക്കെ കൊടുത്തിട്ടാണ് ഇവർ ഈ ടീമുകളെ സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പൊ ഇവരുടെ ഇൻകം എന്താണ്, അല്ലെങ്കിൽ ഇവരുടെ എക്സ്പെൻസ് എന്താണ് ഈ ടീമുകൾക്ക് ഇത്രയും പൈസ കൊടുത്ത് ഈ ടീമിനെ സ്വന്തമാക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ലാഭം എന്താണെന്നാണ് നമ്മൾ മറ്റൊന്ന് പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ടീമുകളുടെ ഒരു എക്സ്പെൻസ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഓരോ വർഷവും 100 കോടി രൂപയാണ് പ്ലെയേഴ്സിനുള്ള സാലറി ആയിട്ട് ഇവർ കൊടുക്കുന്നത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 24 കോടി 75 ലക്ഷം രൂപയ്ക്കാണ് മിച്ചൽ സ്റ്റാർക്ക്. ഇത് ഒരു വർഷത്തേക്കുള്ള പൈസയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓരോ വർഷവും പ്ലെയേഴ്സിന്റെ സാലറി ആയിട്ട് 100 കോടി രൂപ ഈ പറയുന്ന ഫ്രാഞ്ചൈസികൾ മുടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു അവരുടെ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത്, ഈ പ്ലെയേഴ്സ് അവരുടെ നാട്ടിൽ നിന്ന്, ഇപ്പൊ ഔട്ട് സ്റ്റേഷൻ പ്ലെയേഴ്സ് ആണെങ്കിലും ഇന്ത്യൻ പ്ലെയേഴ്സ് ആണെങ്കിലും അവരുടെ നാട്ടിൽ നിന്ന് ഈ IPL കളിക്കാനായിട്ട് വരുന്നതിന്റെ എക്സ്പെൻസുകൾ, അവർ താമസിക്കുന്ന സ്റ്റാർ ഹോട്ടലുകളുടെ ചെലവുകൾ, അവരുടെ ഫുഡ്, അതുപോലെ അവരുടെ ട്രാവലിംഗ്, അവരുടെ ഫ്ലൈറ്റിൽ അവർ ട്രാവൽ ചെയ്യുന്നത്, അവരുടെ പ്രാക്ടീസ് സെഷൻസ് എന്നൊക്കെ പറഞ്ഞാൽ അൺബിലീവബിൾ ആയിട്ടുള്ള ചേഞ്ച് ആണ്. ഓരോ ബോളിനും, കുക്കാബറയുടെ ഒരു ബോളിന് ഏകദേശം 15,000 രൂപയാണ്. ഒരു പ്രാക്ടീസ് സെഷനിൽ മിനിമം 15-20 ബോളുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആലോചിച്ച് നോക്കാവുന്നുള്ളൂ, പ്രാക്ടീസ് സെഷനിലൊക്കെ എത്ര ലക്ഷം രൂപയാണ് ഓരോ പ്രാക്ടീസ് സെഷനും ഇവർ ചെലവാക്കുന്നതെന്നാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എല്ലാം കൂടെ നമ്മൾ ടോട്ടലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷം ഒരു 200 കോടി രൂപയെങ്കിലും ഒരു IPL ടീമിന് മുടക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ ചെലവുകളിൽ ഏകദേശം 200 കോടി രൂപയെങ്കിലും വരുന്നുണ്ട്. ഇതിനുള്ള ബെനിഫിറ്റ് തിരിച്ചു കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് ഈ IPL ടീമുകൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതെന്നാണ് ഇതിൽ മറ്റൊരു കാര്യം വരുന്നത്. അപ്പോൾ നമ്മൾ ഈ BCCIയുടെ കാര്യം പറഞ്ഞ പോലെ BCCIക്ക് സ്പോൺസർമാരിൽ നിന്ന് പൈസ കിട്ടുന്നു, അതുപോലെ തന്നെ ബ്രോഡ്കാസ്റ്റേഴ്സിൽ നിന്ന് പൈസ കിട്ടുന്നു എന്നെല്ലാം നമ്മൾ പറഞ്ഞല്ലോ. ഈ IPL ടീമുകളിൽ നിന്ന് പൈസ കിട്ടുന്നല്ലോ. ഇതിൽ ഈ സ്പോൺസർമാരിൽ നിന്ന് ഇപ്പൊ ടൈറ്റിൽ സ്പോൺസറിന് 500 കോടി രൂപയാണ് ടാറ്റ മുടക്കുന്നതെങ്കിൽ അതിൽ 50% എന്ന് പറയുന്ന എമൗണ്ട്, അതായത് ഇപ്പൊ 500 കോടിയാണ് ഒരു വർഷം കൊടുക്കുന്നത്, അതിൽ 250 കോടി രൂപ ഈ BCCI കയ്യിൽ വെക്കുകയും ബാക്കി 250 കോടി രൂപ ഓരോ ടീമിനും വീതിച്ചു കൊടുക്കുകയും വേണം. അപ്പൊ 10 ടീമുകൾ ഉണ്ടെങ്കിൽ എത്ര രൂപ കിട്ടും? 25 കോടി രൂപ ഓരോ ടീമിനും ഓരോ വർഷം ടൈറ്റിൽ സ്പോൺസറുടെ കയ്യിൽ നിന്ന് മാത്രം കിട്ടും. ഇതുപോലെ തന്നെയാണ് ഈ ഒഫീഷ്യൽ സ്പോൺസർ, ഈ ക്രെഡ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഡ്രീം 11 എന്ന് പറയുന്നതും, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ. അവരിൽ നിന്ന് കിട്ടുന്ന ഏകദേശം എല്ലാം കൂടെ ചേർത്ത് ഏകദേശം ഒരു 250-300 കോടി രൂപയാണ് ഓരോ വർഷവും BCCIയുടെ കൈകളിൽ എത്തുന്നതെന്നാണ് പറയപ്പെടുന്നത്. ആ പൈസയിൽ നിന്ന് പകുതി പൈസ BCCI 50% കയ്യിൽ വെക്കുകയും 50% ഈ ടീമുകൾ വീതിച്ച് നൽകുകയും ചെയ്യും. പക്ഷെ അതൊന്നും കൊണ്ട് ഈ 200 കോടി എന്ന് പറയുന്ന ഒരു ടീം മുടക്കുന്ന തുകയുടെ അടുത്തെത്താൻ സാധിക്കില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ എന്താണ് ഈ പ്രധാനപ്പെട്ട ഒരു വരുമാനം ടീമുകളുടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, BCCIക്ക് ലഭിക്കുന്ന മറ്റൊരു വരുമാനം എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റേഴ്സിൽ നിന്നുള്ള വരുമാനമാണ്. അതാണ് ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത്. ബ്രോഡ്കാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. നമ്മൾ ടിവിയിലൂടെ കളി കാണുന്ന ആ ഒരു TV ചാനലിനെയാണ് നമ്മൾ ബ്രോഡ്കാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ സോണി എന്റർടൈൻമെന്റ് ആയിരുന്നു BCCIനെ ഈ ലൈവായിട്ട് മാച്ചുകൾ കാണിച്ചിരുന്നതെങ്കിൽ പിന്നീട് അത് സ്റ്റാർ സ്പോർട്സും പല കമ്പനികളും വന്നു, ജിയോ സിനിമയൊക്കെ വന്നു. അപ്പോൾ അതിന് ആദ്യ കാലഘട്ടങ്ങളിൽ ഓരോ വർഷവും ഈ സോണി എന്റർടൈൻമെന്റ് BCCIക്ക് കൊടുത്തിരുന്നത് 800 കോടിക്ക് മുകളിലുള്ള ഒരു തുകയായിരുന്നു ഓരോ വർഷവും. അത് പിന്നീട് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ അത് സ്റ്റാർ സ്പോർട്സ് എടുക്കുകയും സ്റ്റാർ സ്പോർട്സ് ഓരോ വർഷവും 3300 കോടിയുടെ അടുത്തുള്ള ഒരു തുകയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2023 സ്റ്റാർ സ്പോർട്സ് എടുത്തിരിക്കുന്നത് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് എന്ന് പറയും. ഈ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സ് എടുത്തിരിക്കുന്നത് 5 വർഷത്തേക്ക് എടുത്തിരിക്കുന്ന ഏകദേശം 48,000 സംതിങ് കോടി രൂപയ്ക്കാണ്. 48,000 കോടി എന്ന് പറയുന്നത് നമുക്കൊരു 50,000 കോടി എന്ന് വെക്കാം. 50,000 കോടി എന്ന് വെക്കുകയാണെങ്കിൽ ഓരോ വർഷവും 10,000 കോടി രൂപയാണ് BCCIയുടെ പോക്കറ്റിലേക്ക് എത്തുന്നത് ബ്രോഡ്കാസ്റ്റ് റൈറ്റ്സിലൂടെ മാത്രം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ബ്രോഡ്കാസ്റ്റിംഗും അതിൽ ഡിജിറ്റൽ റൈറ്റ്സും ഉൾപ്പെടുന്നതാണ്. ഇതിൽ 50% BCCI അവരുടെ കയ്യിലേക്ക് വെക്കുകയും ബാക്കി 50% ഈ 10 ഫ്രാഞ്ചൈസികൾക്കായിട്ട് വീതിച്ചു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ 10 ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടി ടോട്ടൽ 5,000 കോടി, 50% എന്ന് പറഞ്ഞാൽ 10,000ന്റെ 50% 5,000 കോടി. ഈ 5,000 കോടി വീതിച്ചു നൽകുമ്പോൾ ഓരോ ഫ്രാഞ്ചൈസിക്കും ലഭിക്കുക 500 കോടി രൂപയായിരിക്കും. അപ്പോൾ 500 കോടി എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ IPL ടീമുകളും മുടക്കിയ തുക എത്രയാണ്, ഓരോ വർഷവും മുടക്കുന്ന തുക എത്രയാണ്? 200 കോടിയാണെന്ന് ഞാൻ പറഞ്ഞു. ഏകദേശ കണക്കാണ് ഇതെല്ലാം. അപ്പോൾ അതിന്റെ ഒപ്പം ഈ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സിലൂടെ 50% ഓരോ ടീമിന് ലഭിക്കുന്നത് 500 കോടിയാണ്. അപ്പോൾ തന്നെ പ്രോഫിറ്റ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എത്ര വലിയ പ്രോഫിറ്റ് ആണല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓരോ IPL ടീമുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് മാത്രമൊന്നുമല്ല, ഇനിയുമുണ്ട്. ഇനിയുള്ളത് സ്പോൺസർമാരാണ്. സ്പോൺസർമാർ എന്ന് പറഞ്ഞാൽ ടീമുകളെ സ്പോൺസർ ചെയ്യുന്നത്. ഞാൻ ഈ ആദ്യം പറഞ്ഞ സ്പോൺസർമാർ എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ സ്പോൺസർമാർ, ഒഫീഷ്യൽ സ്പോൺസർമാർ, അതൊക്കെ BCCIക്ക് നേരിട്ടുള്ള സ്പോൺസർമാരാണ്. ഇത് കൂടാതെ നമ്മളൊരു ടീമിനെ
സ്പോൺസർ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന മത്സരത്തിൽ RCBയുടെ അവരുടെ ടീഷർട്ടിൽ നോക്കിയാൽ ഖത്തർ എയർവേസ് ആണ് അവരെ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിനെ ലൂമിനസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് സ്പോൺസർ ചെയ്തത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ടീഷർട്ടിൽ മാത്രം ഈ കൈയിന്റെ ഇവിടെ ആയിട്ടും അല്ലെങ്കിൽ നെഞ്ചത്തായിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ട് ഏകദേശം ഒരു 5-6 പരസ്യങ്ങൾ ടീഷർട്ടിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് അവരുടെ ക്യാപ്പിൽ ഏകദേശം ഒരു 2-3 പരസ്യങ്ങൾ കാണാൻ സാധിക്കും. അതുപോലെ അവരുടെ ഈ ട്രാക്ക് സൂട്ടിൽ അതിലും ഒരു 2-3 പരസ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതിനെല്ലാം വലിയ തുകയാണ് ഈ IPL ടീമുകൾ ഈ പരസ്യ കമ്പനികളിൽ നിന്ന് ഈടാക്കുന്നത്. വലിയ തുകയാണ് ഈടാക്കുന്നത്. അതെല്ലാം പേഴ്സണലി അവർ തന്നെ മാർക്കറ്റ് ചെയ്ത് അവർ തന്നെ നേടിയെടുക്കുന്ന പരസ്യങ്ങളാണ്. അപ്പൊ അതെല്ലാം അവരുടെ ഒരു പേഴ്സിലേക്കാണ് വന്നു ചേരുന്നത്. അപ്പൊ ഈ ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ്സിൽ കിട്ടുന്ന 500 കോടി എന്ന് പറയുന്നത് കൂടാതെയാണ് ഈ സ്പോൺസർമാരിൽ നിന്ന് കിട്ടുന്ന ടീമിന് കിട്ടുന്ന അതിൽ നിന്നൊന്നും തന്നെ BCCക്ക് കൊടുക്കേണ്ടതായിട്ടില്ല. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വരുമാനം, ടീമുകളുടെ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് ഗേറ്റ് കളക്ഷൻ, ടിക്കറ്റ് കളക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ ഒരു മത്സരം നടക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് കളിക്കുന്ന സമയത്ത് അവരുടെ 7 മത്സരങ്ങൾ നടക്കുന്നത്, 14 മത്സരങ്ങളാണെങ്കിൽ അതിൽ 7 മത്സരങ്ങൾ നടക്കുന്ന അവരുടെ ഹോം ഗ്രൗണ്ടിലാണ്, അതായത് ചിദംബരം സ്റ്റേഡിയത്തിലാണ്. അപ്പൊ അവിടെ നടക്കുന്ന ആ മത്സരങ്ങളിൽ നിന്ന് കിട്ടുന്ന ഗേറ്റ് കളക്ഷൻ അതിന്റെ 80% ഈ ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്ന ടീമിന്റെ ഓണർമാർക്കുള്ളതാണ്. ബാക്കി 20% ആവട്ടെ തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷൻ, അവരാണ് ആ സ്റ്റേഡിയം ഹോൾഡ് ചെയ്തിരിക്കുന്നത്, അവർക്കുള്ളതാണ്. അപ്പൊ ഈ 80% അതൊരു വലിയ തുകയൊന്നുമല്ല. എനിക്ക് തോന്നുന്നു ഓരോ മത്സരം കഴിയുമ്പോഴും നല്ല വ്യൂവർഷിപ്പ് ഉണ്ടെങ്കിൽ, നല്ല ആളുകൾ തിക്കി കയറുവാണെങ്കിൽ തന്നെ ഒരു 4-5 കോടി രൂപയായിരിക്കും അതിന്റെ ഉള്ളിൽ നടക്കുന്ന സെയിൽസ് എന്ന് പറയുന്നത്. ലൈക്ക് അവിടെ നടക്കുന്ന ഫുഡ് ആൻഡ് ബെവറേജിന്റെ പൈസ, അതായത് അവിടെ വരുന്ന ഭക്ഷണ സാധനങ്ങൾ, പാനീയങ്ങൾ, ഇതിന്റെ എല്ലാം പൈസ ഈ ടീമുകൾക്കാണ് ലഭിക്കുന്നത്. അതിന്റെ ലാഭം എല്ലാം ലഭിക്കുന്നത് ഈ ടീമുകൾക്കാണ്. അത് അത്ര വലിയ തുകയൊന്നുമല്ല. ഈ 400-500 കോടിയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 4-5-6 കോടി രൂപ എന്ന് പറയുന്ന വലിയൊരു തുകയൊന്നുമല്ല. പക്ഷേ സ്റ്റിൽ ആ ഒരു ഇൻകം അവർക്ക് ലഭിക്കുന്നുണ്ട്. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് മെർച്ചൻഡൈസ് എന്ന് പറയും. മെർച്ചൻഡൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും അല്ലെങ്കിൽ ഷോപ്പുകളിലും എല്ലാം ചെന്നാൽ നമുക്ക് ഇതുപോലെയുള്ള ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ഫ്രാഞ്ചൈസികളുടെ ടീഷർട്ടുകളും അല്ലെങ്കിൽ അവരുടെ കീ ചെയിനുകൾ, അവരുടെ മൊബൈൽ കവറുകൾ മേടിക്കാൻ സാധിക്കും. ഓൺലൈനിൽ മേടിക്കാൻ സാധിക്കും, ഇതുപോലെയുള്ള ഷോപ്പുകളിൽ നിന്ന് മേടിക്കാൻ സാധിക്കും. ഇതിന്റെ ഈ ഒരു ബിസിനസിന്റെ മേജർ ചങ്കും അല്ലെങ്കിൽ ഇതിന്റെ ഒരു മേജർ ഷെയറും കിട്ടുന്നത് ഈ IPL ഫ്രാഞ്ചൈസികൾക്ക് തന്നെയാണ്. ഇതാണ് മെർച്ചൻഡൈസ് എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ടീമുകളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വരുമാനം, പ്രധാനപ്പെട്ടതെന്ന് പറയാൻ സാധിക്കില്ല, ഒരു വരുമാനം എന്ന് പറയുന്നത് ജയിക്കുന്ന ടീമിന് ലഭിക്കുന്നത് ഇപ്പൊ 20 കോടി രൂപയാണെന്ന് പറഞ്ഞു ഞാൻ. പ്രൈസ് മണി ആയിട്ട് ലഭിക്കുന്നത് 20 കോടി രൂപയാണെങ്കിൽ അതിൽ പകുതി എമൗണ്ട്, അതായത് 10 കോടി രൂപ ഈ ടീമിന്, അതായത് ആരാണോ ഇതിന്റെ ഓണർമാർ അവർക്ക് കിട്ടുകയും ബാക്കി 10 കോടി രൂപ ടീം അംഗങ്ങൾക്കായിട്ട് വീതിച്ച് നൽകുകയുമാണ് ചെയ്യുന്നത്. ഇപ്പൊ 13 കോടിയാണ് ലഭിക്കുന്നതെങ്കിൽ അതുപോലെ തന്നെ 6.5 കോടി ടീമിന്റെ ഓണർമാർക്കും ബാക്കി 6.5 കോടി പ്ലേയേഴ്സിനുമായിട്ട് വീതിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. ഇതാണ് അപ്പൊ ഈ 5 വരുമാനങ്ങളാണ് ഒരു IPL ടീമിന് പ്രധാനമായിട്ട് ലഭിക്കുന്ന വരുമാനം എന്ന് ഞാൻ പറയുന്നു. ഇനി ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം, BCCയുടെ ചുറ്റുമുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളെ പറ്റി പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റേഴ്സ് ആണ്. ബ്രോഡ്കാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞു സോണി, സ്റ്റാർ സ്പോർട്സ്, ജിയോ സിനിമ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ ഈ സ്റ്റാർ സ്പോർട്സും ഡിജിറ്റൽ റൈറ്റ്സിന് വേണ്ടി ജിയോ സിനിമയും എല്ലാം കൂടെ മുടക്കിയിരിക്കുന്നത് 48,000 കോടിക്ക് മുകളിലുള്ള ഒരു തുകയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഓരോ വർഷവും അവർ മുടക്കുന്ന ഏകദേശം 10,000 കോടിയാണ്. ഈ 10,000 കോടി രൂപ മുടക്കുമ്പോൾ ബ്രോഡ്കാസ്റ്റേഴ്സിന് എന്ത് ലാഭമാണ് ലഭിക്കുന്നതെന്നാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട. കാരണം BCCയുടെ ഏറ്റവും വലിയ വരുമാനം IPL നിന്ന് ലഭിക്കുന്നത് ബ്രോഡ്കാസ്റ്റേഴ്സിൽ നിന്നാണ്. അപ്പൊ ബ്രോഡ്കാസ്റ്റേഴ്സിന് അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ പാർട്ട്നേഴ്സിന് ഇതുകൊണ്ടുള്ള ലാഭം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മത്സരം കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പരസ്യങ്ങൾ ഇഷ്ടം പോലെ നമ്മൾ കാണാറുണ്ട് അല്ലെ. ഓരോ ഓവർ കഴിയുമ്പോഴും പരസ്യങ്ങൾ ഇഷ്ടം പോലെ നമ്മൾ കാണാറുണ്ട്. ഓരോ 10 സെക്കൻഡുള്ള പരസ്യത്തിനും സ്റ്റാർ സ്പോർട്സ് ചാർജ് ചെയ്യുന്നത് 15 ലക്ഷം രൂപ വരെയാണ്. അടുത്ത ഒരു നിയർ ഫ്യൂച്ചറിൽ 30 സെക്കൻഡുള്ള ഒരു പരസ്യത്തിന് 1 കോടി രൂപ വരെ ആവാനുള്ള ചാൻസസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം ഒരു 3.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു എന്റർടൈൻമെന്റ് ആണ് ഒരു IPL മാച്ച് എന്ന് നമുക്കറിയാം. അതിനിടയിൽ എല്ലാ ഓവറുകൾക്കിടയിലും ഇതുപോലെ പരസ്യം കാണിക്കാനുള്ള സമയവുമുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന സ്ട്രാറ്റജിക് ടൈം ഔട്ട് ഉണ്ട്, ബ്രേക്ക് ഉണ്ട്, തുടക്കത്തിൽ ഒരുപാട് അനാലിസിസ് ഇവർ പറയുന്നുണ്ട്, കഴിഞ്ഞതിന് ശേഷം ഒരു അനാലിസിസ് പറയുന്നുണ്ട്. ഇതിന്റെ ഇടയിലെല്ലാം പരസ്യം കാണിക്കാനുള്ള ഒരു അവസരമാണ് ഈ കമ്പനികൾക്ക് ലഭിക്കുന്നത്. അവരുടെ പ്രൊഡക്റ്റ് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ട് അവർ കാണുന്നത് IPL പോലെയുള്ള മഹാമേളകളെയാണ് അല്ലെങ്കിൽ വലിയ ഇവന്റുകളെയാണ്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സും ബാംഗ്ലൂരും തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട മത്സരം ജിയോ സിനിമയിൽ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ 46 കോടി ആളുകളാണ് ആ മത്സരം ആ ജിയോ സിനിമയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ 46 കോടി ആളുകളിലേക്ക്, ഇന്ത്യയിലുള്ളത് 140 കോടി ആളുകളാണെങ്കിൽ ആ 46 കോടി ആളുകളിലേക്ക് ഒരു പ്രൊഡക്റ്റിനെ എത്തിക്കാനായിട്ട്, ഒരു ഉൽപ്പന്നത്തിനെ എത്തിക്കാനായിട്ട് ഏതെങ്കിലും ഒരു കമ്പനിക്കുള്ള ഏറ്റവും എളുപ്പ മാർഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എല്ലാ ആളുകളിലേക്കും എത്തിക്കാനുള്ള സിമ്പിൾ ആയിട്ടുള്ള മാർഗമായിട്ടാണ് അവർ IPL-നെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ബ്രോഡ്കാസ്റ്റേഴ്സിന്, ഇതുപോലെയുള്ള സ്റ്റാർ സ്പോർട്സ് പോലെയുള്ള കമ്പനികൾക്ക് ഓരോ 10 സെക്കൻഡിനും ഈ 15 ലക്ഷം രൂപയും 20
50 ലക്ഷം രൂപയൊക്കെ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതും. അപ്പോൾ അവരുടെ ഈ 5 കൊല്ലം കൊണ്ടുള്ള വരുമാനം എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അവർ 50,000 കോടിയാണ് മുടക്കിയിരിക്കുന്നതിൽ അതിന്റെ എത്രയോ ഇരട്ടിയായിരിക്കും അവർക്ക് ഈ സ്പോൺസർമാരിൽ നിന്ന്. സ്പോൺസർമാരെന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്ത് വിൽക്കുന്ന ആളുകളിൽ നിന്ന്, വലിയ വലിയ കമ്പനികളിൽ നിന്ന് ലഭിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതാണ്. ഇതാണ് ബ്രോഡ്കാസ്റ്റേഴ്സിന് ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത്. ബ്രോഡ്കാസ്റ്റേഴ്സിന്റെ എക്സ്പെൻസ് നമ്മൾ പറഞ്ഞു, BCCI കൊടുക്കുന്ന ഒരു വലിയ എമൗണ്ട് ആണ്, ഒരു ലംസം എമൗണ്ട്. അതാണ് അവരുടെ ഏറ്റവും വലിയ എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇനി സ്പോൺസർമാരാണ് മൂന്നാമത്തെ BCCIയുടെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. ആ സ്പോൺസർമാർ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞു, ടൈറ്റിൽ സ്പോൺസർമാരുണ്ട്, അതുപോലെ തന്നെ ഒഫീഷ്യൽ സ്പോൺസർമാരുണ്ട്, പിന്നീട് ടീമുകളെ സ്പോൺസർ ചെയ്യുന്ന സ്പോൺസർമാരുണ്ട്, ഇങ്ങനെ വിവിധ തരത്തിലുള്ള സ്പോൺസർമാരുണ്ട്. ഈ സ്പോൺസർമാർക്ക് ഇതുകൊണ്ടുള്ള ഗുണമാണ് ഇപ്പൊ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത്. അതായത് ഓരോ സ്പോൺസർമാർക്കും അവരുടെ ഉൽപ്പന്നം ഈ ജനങ്ങളിലേക്ക്, ഇത്രയും കോടി ആളുകളാണ് ഇന്ത്യയിലും ലോകത്താകമാനം ഈ മാച്ചുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരിലേക്ക് അവരുടെ പ്രൊഡക്റ്റ് എത്തിക്കാനുള്ള ഒരു മാർഗമായിട്ട് അവർ കാണുന്നത് കൊണ്ടാണ്, അത്രയും ബിസിനസ് അവർക്ക് കൂടുതൽ കിട്ടുന്നത് കൊണ്ടാണ് അവർ ഇത്രയും തുക മുടക്കിക്കൊണ്ട് പരസ്യത്തിന് വേണ്ടി അവർ ഇത്രയും പൈസ മുടക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത്രയും ആളുകളിലേക്ക് ഈസി ആയിട്ട് റീച്ച് ചെയ്യാൻ സാധിക്കുമെന്നാണ്. അപ്പം ഞാൻ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നെന്ന് പറയുന്നത് BCCI, അതാണ് അതിന്റെ സെന്റർ പോയിന്റ്, ടൂർണമെന്റിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ IPL ടീമുകൾ, അതായത് ഫ്രാഞ്ചൈസികൾ. മൂന്നാമത്തേത് പറഞ്ഞാൽ ബ്രോഡ്കാസ്റ്റേഴ്സ്. നാലാമത്തേത് പറഞ്ഞാൽ സ്പോൺസർമാർ. ഈ 4 പേരാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു വീഡിയോ ഞാൻ തുടങ്ങിയത് തന്നെ ഇതിന്റെ പ്രൈസ് മണി പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ പ്രൈസ് മണി എന്ന് പറയുന്നത് 20 കോടി രൂപയാണ് ജയിക്കുന്ന ടീമിന് ലഭിക്കുന്നത്. സെക്കൻഡ് വരുന്ന ടീമിന് ലഭിക്കുന്നത് 13 കോടി രൂപയുമാണ്. അപ്പോൾ ഇത്രയും രൂപ, ഈ 20 കോടി രൂപ കിട്ടാൻ വേണ്ടിയിട്ടാണോ ഈ 200 കോടി രൂപയാണ് ഓരോ ടീമുകളും ഓരോ വർഷവും മുടക്കുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ 200 കോടി മുടക്കുന്ന ടീമിന് കിട്ടുന്ന വരുമാനം എന്താണെന്ന് ഞാൻ വേറെ പറഞ്ഞു. പക്ഷേ 200 കോടി മുടക്കിയിട്ട് 20 കോടിക്ക് വേണ്ടി എന്ത് മോട്ടിവേഷൻ ആണോ ഉള്ളത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം എല്ലാവരുടെയും മുന്നിൽ വരുന്നത്. എന്തിനാണ് ജയിക്കാൻ വേണ്ടി, ഇപ്പൊ ജയിച്ചില്ലെങ്കിലും ജയിച്ചാലും ഒക്കെ ഈ BCCI കൊടുക്കുന്ന പൈസയെല്ലാം അവർക്ക് കിട്ടുമല്ലോ, പിന്നെ ജയിക്കാനുള്ളതിന്റെ മോട്ടിവേഷൻ എന്താണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ജയിക്കുക മാത്രമല്ല, താരങ്ങളെ സ്വന്തമാക്കുക കൂടി ചെയ്യുമ്പോഴാണ് ഓരോ IPL ടീമിന്റെയും ബ്രാൻഡ് വാല്യൂ ഉയരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളറിയാം, നമ്മളിപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിനും മുംബൈ ഇന്ത്യൻസിനും ഒരു പ്രത്യേക ബ്രാൻഡ് വാല്യൂ ഉണ്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ 5 വർഷം അവർ 2 ടീമുകളും ഈ IPL ട്രോഫി നേടിയിട്ടുള്ള ടീമുകളാണ്. അപ്പോൾ അവർക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ബ്രാൻഡ് വാല്യൂ ഉണ്ട്. ആ ടീമുകൾ സ്പോൺസർ ചെയ്യാനായിട്ട് ഒരുപാട് കമ്പനികൾ മുന്നോട്ട് വരും. ആ ബ്രാൻഡ് വാല്യൂ കൂടുമ്പോഴാണ് കമ്പനികൾ കൂടുതൽ അവരുടെ ഈ ഡ്രസ്സിലൊക്കെ സ്പോൺസർഷിപ്പ് കൂടുതൽ കിട്ടുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ആ ടീം നല്ലതാണ്, അല്ലെങ്കിൽ ആ ടീം ജയിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അവർക്ക് ലോകത്ത് മുഴുവൻ ഫാൻ ബേസ് ഉണ്ട്, വലിയ ഫാൻ ഫോളോവേഴ്സ് അവർക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അവരെ കൂടുതൽ കമ്പനികൾ സ്പോൺസർ ചെയ്യാനായിട്ട് തയ്യാറാവുന്നത്. നമുക്കറിയാം RCB ഒരു IPL കിരീടം പോലും അവർ ഇതുവരെ നേടിയിട്ടില്ല. എന്നിട്ടും അവര് ലോകത്ത് ഫാൻ ഫോളോവേഴ്സിന്റെ കാര്യത്തിൽ ഈ ചെന്നൈ സൂപ്പർ കിങ്സിനും മുംബൈ ഇന്ത്യൻസിനും ഒപ്പം നിൽക്കുന്ന ഒരു ടീമാണ്. അതെന്തുകൊണ്ടാണ്? അത് കോഹ്ലിയെ പോലെയുള്ള സ്റ്റാർസ് ആ ടീമിലുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. വിരാട് കോഹ്ലിയെ പോലെയുള്ള ലോകം മുഴുവൻ ആരാധിക്കുന്ന വലിയ വലിയ താരങ്ങൾ അവരുടെ ടീമിലുള്ളത് കൊണ്ടാണ് അവർക്ക് ഇത്രയും വലിയൊരു ഫാൻ ബേസ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ആ ഫാൻ ബേസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അവരെ സ്പോൺസർ ചെയ്യാനായിട്ട് ഒരുപാട് സ്പോൺസർമാർ തയ്യാറാവുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ടീം ജയിക്കുക എന്നുള്ളത് മാത്രമല്ല, നല്ല സ്റ്റാർസ് ടീമിലുണ്ടെങ്കിൽ നമ്മുടെ ടീമിന്റെ ബ്രാൻഡ് വാല്യൂ വർദ്ധിക്കും. ബ്രാൻഡ് വാല്യൂ വർദ്ധിക്കുന്നതിനനുസരിച്ച് സ്പോൺസർമാരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കും, ഒരുപാട് പൈസ ടീമിന് ലഭിക്കുകയും ചെയ്യും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഏകദേശം എന്താണ് IPLന്റെ ഒരു ബിസിനസ് മോഡൽ, എങ്ങനെയാണ് IPL വർക്ക് ചെയ്യുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കി തരാനുള്ള ഒരു ശ്രമം മാത്രമായിരുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.